പണ്ട് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു ടി ബി, ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് സംശയമാണ്, ക്ഷയമൊക്കെ ഇപ്പോഴും ഉണ്ടോ, ടി ബി ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത്. അതിപ്പോഴും നാട്ടിലുണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെയധികം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ട്യൂബർക്കുലോസിസ് ആയിട്ട് ആളുകളായിട്ട് വരാറുണ്ട്. 2 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള നിർത്താതെയുള്ള ചുമ, ശരീരം വേദന, പനി, ഭാരം കുറഞ്ഞു പോകൽ, ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു പോകൽ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി ബി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. ടി ബി ശരിക്കും പറഞ്ഞാൽ പകരുന്നത് കഫത്തിലൂടെയാണ്. അസുഖമുള്ള ഒരാൾ ചുമച്ച് ആ കഫം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് മിക്കവാറും ടി ബി പകരുന്നത്. പക്ഷേ ടി ബിയുടെ അസുഖം ശ്വാസകോശത്തിനെ മാത്രമല്ല ബാധിക്കുക, അത് കണ്ണ് മുതൽ ബ്രെയിൻ തുടങ്ങിയിട്ട് കിഡ്നിയും അതേപോലെ യൂറിനറി ട്രാക്റ്റും ബോൺസ് വരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ടി ബിയുടെയും പ്രിവെൻഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗമാവുന്നത് മാസ്ക് തന്നെയാണ്. അതേപോലെ ചുമയോ കഫക്കെട്ടോ പനിയും അങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഒരു അകലം കീപ്പ് ചെയ്യുക, നിങ്ങൾ മാസ്ക് ധരിക്കുക, ഹാൻഡ് ഹൈജീൻ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അതിന് പ്രിവെൻഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക, അതേപോലെ നല്ലോണം വെജിറ്റബിൾസും പച്ചക്കറികളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റുകളൊന്നും ചെയ്ത് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് വെയിറ്റ് ഒന്നും കുറയ്ക്കാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടി ബി ഉള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇപ്പോൾ പലപ്പോഴും പുതുതായിട്ട് ടി ബി ഡിറ്റക്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. പിന്നെ മാസ്കും മറ്റും ധരിച്ചാൽ തന്നെ നമുക്ക് ടി ബി പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും.